കുറിച്ചാട്ട് അല്പസമയം ദൈവത്തെ ആരാധിപ്പാൻ. ആമേൻ. കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന അരുമനാഥൻ്റെ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. കഴിഞ്ഞ നിമിഷം വരെ നമ്മെ അത്ഭുതകരമായി നടത്തിയ അരുമനാഥൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കരുതലുകളെ ഓർത്തുകൊണ്ട്, വിടുതലുകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കാലിനെ വീഴ്ചയും നമ്മുടെ പ്രാണനെ മരണത്തിൽ വിടുവിച്ചവനായ കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കാൻ നമുക്കവനെ സ്തുതിക്കാം, ആരാധിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ആരും അവരുമായിരിക്കാതെ വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടേണ്ടതിനായി, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടേണ്ടതിനായിട്ട് ആത്മാവിൻ്റെ ഭാര്യ ഈ രാത്രികാലം നമ്മുടെ മേൽ പെയ്തിറങ്ങുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ മനസ്സറിവ് തോന്നേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും നാവിടുത്തെ ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാ ബന്ധനങ്ങളും ഈ രാത്രികാലം തകർന്നു മാറത്തക്കണം. ദുഃഖത്തിന് അമേകേറുകളൊക്കെയും ഈ രാത്രികാലം പൊട്ടി മാറത്തൊക്കെ വേണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ആശ്ചര്യമായി മൺകുടാരങ്ങളിലേക്ക് ഇറങ്ങത്തൊക്കെ വേണം. കർത്താവിനെ ആരാധിപ്പാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ബലപ്പെടുവാൻ ഈ രാത്രികാലം നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ കോപയ്ക്ക് കൊടുപ്പി, കോപയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീനെന്ന് പറഞ്ഞ പ്രകാരം കോപയ്ക്ക് മനനാമത്തിനൊക്കെ മഹത്വം കൊടുപ്പാൻ ഈ രാത്രികാലം നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആലയത്തിലേക്ക് കടന്നൊരാളുടെ വാഞ്ചിതാകുന്നുണ്ട്. എല്ലാവരെയും കർത്താവെ അവിടെ നിറയ്ക്കുമാറാകണമേ. അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ വിളിച്ചറിയിക്കുന്ന തിരുമേശങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. ഇന്ന് രാത്രി കാലം ഇതിലേക്ക് പ്രാഗൽഭ്യത്തോടെ കരങ്ങളെ നീട്ടുവാന്, പ്രാഗൽഭ്യത്തോടെ സൂക്ഷിപ്പാന് അവിടെ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. ഭക്ഷിച്ചാരാധിച്ച് ബലപ്പെട്ട് കർത്താവെ വിടുതലോടെ ഈ രാത്രി കാലം അടങ്ങി പോവാന് ഞങ്ങളെല്ലാവരെയും ശക്തരാക്കി തീർക്കണമേ. പാടുവാനും ആരാധിപ്പാനും നിന്റെ ജനത്തെ ശക്തീകരിക്കണമേ കർത്താവേ. ആത്മാവിൽ ആരാധിപ്പാൻ കൃപ തരണമേ. ഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നുള്ള ദൈവത്തിന്റെ വചന പ്രകാരം പരിശുദ്ധാത്മ മണ്ഡലങ്ങളിലേക്ക് ചിറകടിച്ച് കയറുവാൻ, ദർശനങ്ങളെ കാണുവാൻ, വെളിപ്പാടുകളെ പ്രാപിപ്പാൻ, കൃപാവരങ്ങളെ ജ്വലിക്കപ്പെടുവാൻ, എന്തുകാല സൂക്ഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ, ഹല്ലേലൂയ, അവിടുത്തെ ശബ്ദം കേട്ട് ആശ്രയിക്കുന്ന വീരന്മാരായി തീരുവാൻ, അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന സൂക്ഷക്കാരായി തീരുവാൻ എല്ലാവരെയും ഒരുപോലെ ശക്തീകരിക്കണം. അവിടുത്തെ നാമം രാത്രികാലം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഉള്ളം കൊണ്ട് ആത്മാവിൽ ഹല്ലേലൂയ നാസരിയിലേക്ക് നടത്തില്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ വാരിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ,
യേശുവേ ഒരു മാന്യതയും പറയാറില്ലയേ കൃപയോന്നു മാത്രം യേശുവേ ഒരു മാന്യതയും പറയാറില്ലയേ ദയയോന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാറിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാറിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാറില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാറില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ കൃപയാൽ 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 കൃപയോന്നു മാത്രം യേശുവേ കൃപയാൽ 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 കൃപയോന്നു മാത്രം യേശുവേ തിരഞ്ഞെടുപ്പാൻ എന്നെ മാറിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാറിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാറില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാറില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു മാന്യതയും പറയാറില്ലയേ ദയയൊന്നു മാത്രം യേശുവേ ഒരു മാന്യതയും പറയാറില്ലയേ ദയയൊന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാറിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ തിരഞ്ഞെടുപ്പാൻ എന്നെ മാറിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാറില്ലയേ മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാറില്ലയേ കൃപയൊന്നു 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 മാത്രം യേശുവേ എന്നെ മാറിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാറിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാറില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാറില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യത
മാത്രം കൃപയാൽ 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 കൃപയൊന്നു മാത്രം കൃപയാൽ 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 കൃപയൊന്നു മാത്രം കൃപയാൽ 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 കൃപയൊന്നു മാത്രം കൃപയാൽ 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 സംഹാരകൻ കടന്നു പാതാളമേ മരണമേ നിന്നോടെ ജയമെവിടെ കുഞ്ഞാട്ടിന്നിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാ സേവയിൽ വീരനായി അഭയം താരാവർക്കുന്നുവേ മഹത്വരാജനാ സേവയിൽ വീരനായി അഭയം താരാവർക്കുന്നുവേ ചെങ്കടലും വിശേഷിൻ സൈന്യതയും ഭീഷണിയാ ഭീതിപ്പെടുത്തിടുമ്പോ ഭീകരമാ ചെങ്കടലും വിശേഷിൻ സൈന്യതയും ഭീഷണിയായി ഭീതിപ്പെടുത്തിടുമ്പോ ജയത്തിൽ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാ സേവയിൽ വീരനായ അഭയം താരാവർക്കുന്നുവേ മഹത്വരാജനാ സേവയിൽ വീരനായ അഭയം താരാവർക്കുന്നുവേ ശങ്കരായ രാജാക്കളാ സിഹോനോവും വന്നാ മഹത്വരാജനാ സേവയിൽ വീരനായ അഭയം താരാവർക്കുന്നുവേ
കവിയുമില്ല. അഗ്നിയതിൽ ആഴിമേൽ നടകൊണ്ടുതാ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അതിന്റെ കവിയുമില്ല. അഗ്നിയതിൽ ആഴിമേൽ നടകൊണ്ടുതാ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജന സേനയിൽ വീരനായ അഭയത്താൻ അവർക്കെത്തുമേ. മഹത്വരാജന സേനയിൽ വീരനായ അഭയത്താൻ അവർക്കെത്തുമേ. പാതയിൽ നീ നടന്നാൽ വെളിച്ചമയവൻ നിനക്ക്. കുടങ്ങും ആശ്വാസമാ. നടന്നാൽ വെളിച്ചമയവൻ നിനക്ക്. കുടങ്ങും ആശ്വാസമാ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജന സേനയിൽ വീരനായ അഭയത്താൻ അവർക്കെത്തുമേ. മഹത്വരാജന സേനയിൽ വീരനായ അഭയത്താൻ അവർക്കെത്തുമേ. ഭൂമിയും പടിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, ജീവനും തന്നൂടെ യുഗയുഗമാ. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം ജീവനിൽ തന്നൂടെ യുഗയുഗമാ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജന സേനയിൽ വീരനായ അഭയത്താൻ അവർക്കെത്തുമേ. മഹത്വരാജനായ സേനയിൽ വീരനായ അഭയത്താൻ അവർക്കെത്തുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണ മുത്താകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണ മുത്താകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ നീങ്ങി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ നീങ്ങി. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോടെ നാം ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോടെ നാം ജയത്തിന്റെ പാട്ടുകൾ. ആഘോഷമായി പാടിടുക ശുദ്ധിമാൻ സഭയിൽ. ആഘോഷമായി പാടിടുക ശുദ്ധിമാൻ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ. നായകനായുള്ള ദിന ജയം ജയം. നായകനായുള്ള ദിന ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ 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 ജയമേ. ഹല്ലേലൂയ 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 ജയമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു.
സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. താളങ്ങളൂതിരുമ്പോൾ ഭൂതലം വിറയ്ക്കും. താളങ്ങളൂതിരുമ്പോൾ ഭൂതലം വിറയ്ക്കും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി. നായകനായുള്ളതിന ജയം ജയം ജയം. നായകനായുള്ളതിന ജയം 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 ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി. നായകനായുള്ളതിന ജയം ജയം ജയം. നായകനായുള്ളതിന ജയം 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 ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. താളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. താളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്ന തമ്പുരാനെ രാത്രികാലവും നമ്മുടെ മധ്യമുള്ളതിനാൽ നമുക്ക് വേണ്ടി അവസാനങ്ങളിൽ രക്തം ഊറ്റി തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയവനായ കർത്താവ്, നമുക്ക് വേണ്ടി നിന്ദകളും ദുഷികളും വഹിച്ചവനായ നമ്മുടെ കർത്താവ് രാത്രികാലം നമ്മോട് കൂടെ ഉള്ളതിനാൽ ഹല്ലേലൂയ
നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അരുമനാഥന്റെ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ മധ്യ നിറഞ്ഞു നിൽക്കിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ രാത്രികാലം നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കിയാൽ ആമേൻ. പുതുമഴ ഈ രാത്രികാലം നമ്മുടെ മേൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഉടമനാരികമനകതര ശാന്തരാരികമനാദല ഭീകമലകതര ബൗഡമനകസ്തരാസാന്തരാദലവ ഉടമനകതര ബൗഡമനക ശാന്തരാരികമനാദലവ. വിശ്വസിങ്ങിനൂടെ തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ പ്രകാരം ഇന്ന് രാത്രികാലം ജീവജല നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാൽ ഉടരമനകതര ബൗഡമനകതരാദരവ ഉടമനക ശാന്തരാരികമനാദലവ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നദി ഉണ്ടാകുന്നതോടുക ദൈവ നഗരത്തെ അതിരുന്ന് സന്തോഷിപ്പിക്കുന്ന ആ സ്വർഗീയ നദി രാത്രികാലം നമുക്ക് ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കുകയാൽ ആമേൻ. അത്യുന്നതനായവൻ അതിന്റെ മധ്യയുള്ളതിനാൽ ഹല്ലേലൂയ. ആമേൻ. പാപികളും ദോഷികളുമായിരുന്നു നമ്മെ ഓരോരുത്തരെയും തേടി വരുവാത്തൊക്കെ വേണം നമ്മോട് മനസ്സറിവ് കാണിച്ച നമ്മുടെ കർത്താവ് രാത്രികാലവും നമ്മുടെ മധ്യമുള്ളതിനാൽ നമുക്കവനെ സ്തുതിക്കാം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ വിളിച്ചറിയിക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അനുഗ്രഹിക്കുമാറാകണമേ. അനേക ജനത്തെ കർത്താവ് സഭയിലേക്ക് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ, സഭയോടുള്ള ദൈവത്തിന്റെ ആലോചനകളും ദൂതുകളെല്ലാം കാണുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയായി തീരട്ടപ്പാ. ഈ സഭയിൽ കടന്നു വരുന്നവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു സന്തോഷിച്ച് ഉല്ലസിച്ച് കർത്താവേ ഹല്ലേലൂയ കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആർത്തുപാടി ഉല്ലസിച്ച് മടങ്ങി പോകുവാൻ ഇന്ന് രാത്രി കാലം ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി സഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ ദൈവമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വന്നതുപോലെയല്ലപ്പാ ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് ഇരട്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന തിരുമേശയ്ക്കായി സ്തോത്രപ്പാ. അതിലൊക്കെ ഞങ്ങൾ ഓരോരുത്തരും ഭാഗവാക്കുകളായി തീരുവാൻ അപ്പാ കുറ്റമറ്റ മനസാക്ഷിയോടെ നിഷ്കളങ്ക ഹൃദയത്തോടെ അപ്പാ ഇന്ന് രാത്രികാലം അതിൽ ഭാഗവാക്കാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. രാത്രികാലം ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലപ്പാ. ഹല്ലേലൂയ. അതിനായി കർത്താവ് ഒരുക്കിയ ദാസിദാസന്മാർക്കായി സ്തോത്രം. തന്റെ മക്കളെ ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അധികമായി സഭയ്ക്ക് ഹല്ലേലൂയ പ്രയോജനമായി തീരുവാൻ ദൈവം അവരെ സഹായിച്ചട്ടപ്പാ. നല്ല പാട്ടുകളെ പാടുവാൻ സഹായിച്ചതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളെ കർത്താവ് നൽകി തരുമാറാകണമേ. നല്ല സാക്ഷ്യങ്ങളെ കർത്താവ് ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നുവല്ലപ്പാ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കടന്നു വന്ന ജനത്തെ എല്ലാം ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. അതിനായി ദൈവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ശുശ്രൂഷകളും ചെയ്തെടുപ്പാൻ ആരോഗ്യവും ബലവും കൊടുത്താട്ട് കർത്താവേ തന്റെ ജനത്തിന് ആവശ്യമായ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രപ്പാ. ദാസിക്കായി സ്തോത്രം ദൈവം അനുഗ്രഹിക്കണമേ. ശാരീരികവും മാനസികവുമായി ബലപ്പെടുത്തിക്കാട്ട് ശക്തീകരിച്ചാട്ട് കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് അവരെ സൂക്ഷിക്കണമേ, കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സന്നിധി ബോധത്തോടെ ഇന്ന് രാത്രി കാലം ഇരുത്തിയാട്ട് കർത്താവേ സൂക്ഷിക്കുന്നതിനായി സ്തോത്രപ്പാ. നാട്ടിലേക്ക് കടന്നു പോയിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവിന്റെ കൃപയുടെ മറവിൽ അവരെയൊക്കെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രാർത്ഥന സ്വർഗം കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവാം കർത്താവേ, ഹല്ലേലൂയ.
നല്ല കർത്താവേ സ്തോത്രം. വൈകിയ വേളയിൽ തിരുസന്നിധിയിൽ കർത്താവേ, നല്ല കർത്താവേ സ്തോത്രം ഉപവാസ പ്രാർത്ഥനയോടും സഭായോഗത്തോടും കടന്നു വരുവാന് സ്വർഗം ഇടിയാക്കി മുതൽ തന്നെ കർത്താവേ ഞങ്ങളുടെ സാന്നിധ്യത്തിന് കീഴിൽ ഹല്ലേലൂയ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ മറവിൽ അടികളെ മറച്ചതിനാൽ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലെ ശുശ്രൂഷകളൊക്കെയും ദൈവം അനുഗ്രഹിച്ചതിനാലും വാസ്തവമായി തിരുസാന്നിധ്യത്താൽ അടികളെ നിറച്ചിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ ഈ ആത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ അധികമായി അടികളെ ബലപ്പെടുത്തുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയിൽ നിന്ന് അധികമായി പ്രാപിക്കുവാൻ ഹല്ലേലൂയ അടുത്ത തലത്തിലേക്ക് സഭയായി ഉയർത്തപ്പെടുവാൻ സ്വർഗം ഇടയാക്കണം. ഭവിക്കുവാന് അനേകർ അങ്ങിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരും ഹല്ലേലൂയ വെറുതെ മടങ്ങിപ്പോവാൻ ഇടയാവാതെ അവൻ നിറവിന്മേൽ നിറവ് പ്രാപിച്ചവരായി തന്നെ മടങ്ങിപ്പോവാൻ സ്വർഗം ഇടയാക്കണമേ. ആരും രോഗികളായി മടങ്ങിപ്പോകരുതേ, ആരും ദുഃഖിതരായി മടങ്ങിപ്പോകരുതേ കർത്താവേ. സൗഖ്യം പ്രാപിച്ചവരായി ആമേൻ ഹല്ലേലൂയ മടങ്ങിപ്പോകത്തക്ക നിലയിൽ അങ്ങയിൽ നിന്ന് പ്രാപിപ്പാൻ ഞങ്ങളുടെ മക്കളെ ആയിടങ്ങൾ എല്ലാവരും തിരുക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിപ്പ് അങ്ങയുടെ ദാസനെ അങ്ങ് ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആമേൻ ഹല്ലേലൂയ. ശാരീരികമായും മാനസികമായും അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ. ആമേൻ. സ്വതന്ത്രം പാടി സ്തുതിപ്പാൻ സ്വർഗ്ഗ അടികളെ ബലപ്പെടുത്തിയതിനാൽ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന് തിരുമേശ ഉണ്ടല്ലോ. ആമേൻ. അടികളെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അടികളോട് ക്ഷമിച്ചതിനാല് അടികളോട് മനസ്സലിഞ്ഞതിനാൽ നന്ദിയോട് സ്തുതിക്കുന്നു. അടികളെ സമ്പൂർണ്ണമായി സഭയായി തിരുക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. തുടർന്നുള്ള സുരക്ഷിതയോ അനുഗ്രഹിക്കണമേ. ഹാലയിൽ കടന്നു വരാൻ കഴിയാതെ വിവിധ സാഹചര്യങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെയും ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കൃപയിൽ മറയ്ക്കുമാറാകണമേ. സകല മാനവും മഹത്വവും യേശുവിന് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധാനത്തിന് എഴുന്നേറ്റ് നിന്ന് ഈ രാത്രി കാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി 51-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് 51, 51-ാം സങ്കീർത്തനം. സങ്കീർത്തനം 51. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിൽ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ട നീ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിനെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഓടിച്ച ആസ്തികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധി തന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ കന്യയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനത്തിന് ശേഷം തുടർന്നുള്ള സൃഷ്ടിയിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.
കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി അടിപ്പിടരിൻ വ്യാധികളിൽ വേരുകൾ നിർജീവമായി കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി അടിപ്പിടരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ സർവസൈന്യാധിപൻ യേശു സർവ്വാധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു സർവസൈന്യാധിപൻ യേശു സർവ്വാധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു രാജാധിരാജൻ കർത്താതി കർത്തൻ മാത്രമാമത്തേത ഉള്ളവരെ വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ യുദ്ധം മന്ത്രിയുള്ളത് വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ യുദ്ധം മന്ത്രിയുള്ളത് സർവസൈന്യാധിപൻ യേശു സർവ അധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം പാർക്കായി താഴ്വരയോ പരാക്ക ആയിടുമേ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം പാർക്കായി താഴ്വരയോ പരാക്ക ആയിടുമേ സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധര ആത്മാവിനാൽ സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധര ആത്മാവിനാൽ സർവ്വസൈന്യാധിപൻ യേശു സർവ്വാധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു മനഗദല ബൗദ്ധ മനഗരാജ ശാന്തരാധിക മനഗദല ഭൗഷ്യ മനഗരാജ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട സംഘത്തിന് വായിച്ചു കേൾക്കുവാൻ കർത്താവിടെയാക്കിയല്ലോ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ അത്ഭുത പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ച പോലെ ആമേൻ ഇന്ന് രാത്രി കാലം ഒരു കഴുകലിനായിട്ട് നാം ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലൂയ പാപമില്ലാത്തവനായി പരിശുദ്ധൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആമേൻ ഇതിലേക്ക് പ്രാഗൽഭ്യത്തോടെ കരങ്ങൾ നീട്ടുവാൻ ഈ പകൽ രാത്രികാല ശുശ്രൂഷകളൊക്കെയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിനിടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചുകൊണ്ട് ആമേൻ ലിജം പേര് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം കർത്താവേ, നല്ല സങ്കീർത്തനത്തെ കർത്താവ് ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. ആമേൻ. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവദാസനെ കർത്താവ് മുന്നിലായിരിക്കുന്ന തിരുമേശയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളൊക്കെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനങ്ങൾക്കെല്ലാം അനുഗ്രഹമായി മാറുവാൻ കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ഒക്കെ കർത്താവിന്റെ കരങ്ങളിൽ
കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആമേൻ വലിയൊരു വിടുതലോടെ ഈ രാത്രികാലം കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കണമേ. അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നീട്ടിയ കരങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. ധാരാളം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കണമേ. ആമേൻ. ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന സകലരെയും ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയും ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താണിരിക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയാദി മക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലം ഇത്തരം പേർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ തന്നുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തേടി വന്നോ ദോഷിയാമേന്നെയും എന്നെയും തേടി വന്നോ ദോഷിയാമേന്നെയും എന്നെയും സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി മന്നവവർണിപ്പാരുതല്ല എനിക്ക് മന്നവവർണിപ്പാരുതല്ല എനിക്ക് തേടി വന്നോ ദോഷിയാമേന്നെയും തേടി വന്നോ ദോഷിയാമേന്നെയും നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെ നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെ പഴുകുകടൽ തിരുന്നു ഞാനെൻ്റെ പഴുകുകടൽ തിരുന്നു ഞാനെൻ്റെ മധുരഗാന രഥമതിലേറികെ മധുരഗാന രഥമതിലേറികെ ദോഷിയാമേന്നെയും എന്നെയും തേടി വന്നോ ദോഷിയാമേന്നെയും എന്നെയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരുമനാഥൻ്റെ സ്നേഹം നമ്മെ തേടി വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം ഇവിടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ അവൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് നമ്മെ തന്നെ അവൻ്റെ സന്നിധാനത്തിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് അവനെ ഏറ്റുപറഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം അവനെ സ്തുതിപ്പാൻ നമുക്ക് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനമേ, നാം വളരെ ഭാഗ്യവാന്മാരാണ്. നമ്മെപ്പോലെ ഭാഗ്യവാന്മാരായി ലോകത്തിൽ ഒരു മനുഷ്യരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക മേഖലകൾ, നമ്മുടെ ചുറ്റുപാടുകളൊക്കെയും ആമേൻ അല്പം പരിതാപകരമാണെങ്കിലും അതിലൊന്നും നാം സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് ശ്രേഷ്ഠകരമായത് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്. അവൻ്റെ വരവെങ്കിൽ പ്രത്യാശയുള്ളവരായി ഒരുക്കമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രാത്രികാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 2 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ആമേൻ ആദ്യം ഇംഗ്ലീഷിലും
പിന്നീട് മലയാളത്തിനും വായിച്ചാട്ട്. by God ആ and profitable for teaching, Ah. for reproof, for correction, for training in righteousness, ആ so that the man of God may be adequate, equipped for every good work. ആമേൻ. സ്തോത്രം. മലയാളത്തിൽ വായിച്ചാട്ട്. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ആ. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ആ ഉപദേശത്തിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നൽകിയ തിരുവചനത്തിനായി സ്തോത്രം കർത്താവേ. മറഞ്ഞിരിക്കുന്നതിന് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ മധ്യേ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഈ രാത്രികാലം സൂക്ഷിക്കുന്ന വചനങ്ങളൊക്കെയും ദൈവത്തിന് ജനത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗമേ അവിടെ സഹായിക്കണം. അവിടുത്തെ നാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. All scriptures is given by inspiration of God and is profitable for doctrine, reproof, amen, for correction, for instruction in righteousness. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച്, that the man of God may be perfect, thoroughly furnished unto all good works. എല്ലാ സൽപ്രവൃത്തിക്കും ആമീൻ സ്തോത്രം വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. സ്തോത്രം. കർത്താവിൻ്റെ അദമ്യമായ ആഗ്രഹമെന്ന് പറയുന്നത് അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമെല്ലാം പൂർണ്ണരായിത്തീരണം. ആമീൻ സ്തോത്രം. പെർഫെക്റ്റായി തീരണം. ഹല്ലേലൂയ. ആമീൻ. അതിനുവേണ്ടിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ യാഗമായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വായിച്ചാട്ടെ ഇംഗ്ലീഷിൽ. The same was in the beginning was the word. കുഞ്ഞുങ്ങൾ വായിക്കട്ടെ. ആ In the beginning, and the word was with God, in the beginning was the word, and the word was with God, and the word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവമായിരുന്ന ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വചനമാണ് ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തുവായിട്ട് ജനിക്കുവാൻ ഇടയായത്. സ്തോത്രം. അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചാട്ട്. അവൻ രക്തത്തിൽ നിന്നല്ല, അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വായിരുമോളെ. children born not of natural descent, or of human decision, or of husband's will, but born of God. The Word became flesh and made his dwelling among us. We have seen his glory, the glory of the one and the only Father, who came from the Father, full of grace and truth. Amen. He was born not of blood, nor of the will of the flesh, nor of the will of the man, but of God. Hallelujah. ആമേൻ. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ അവൻ ജനിച്ചത്. ആര്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അർത്ഥാൽ അവൻ നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. And the word was made flesh and dwelt among us, and we beheld his glory, the glory as of the only begotten of the Father, full of grace and
ട്രൂത്ത്. ആമേൻ സ്തോത്രം. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്, ആമേൻ സ്തോത്രം, പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആരാണ് കണ്ടത്? ഹല്ലേലൂയ, ശിഷ്യന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രത്യേകാൽ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ യേശു, സ്തോത്രം, ഹല്ലേലൂയ, അവന് പ്രത്യക്ഷനായി. എങ്ങനെയാണ് പ്രത്യക്ഷനായത്? അഗ്നിജാലയ്ക്കെത്ത കണ്ണോടുകൂടിയവൻ. വായിച്ചാട്ട്. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകയും 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അഗ്നിജാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, തീയിൽ ഊതി കഴിച്ച വെള്ളോട്ടിന് സദൃശ്യമായി കാലുകളുള്ളവൻ, ഹിമത്തേക്കാൾ വെണ്മയേറിയ മുടിയുള്ളവൻ, 10,000ങ്ങളിൽ അതിസുന്ദരനായവൻ ഇന്ന് രാത്രി കാലവും നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം വിശ്വാസത്തോടെ കരമുയർ ദൈവത്തെ മഹത്വപ്പെടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. And Jesus said unto them, ആമേൻ, I am the bread of life. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. He that comes unto me shall never hunger. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. He that believed on me shall never thirst. ഇന്ന് രാത്രി കാലം ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. നാം വിശക്കുവാനും ദാഹിക്കുവാനും നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല. നമുക്ക് ആവശ്യമായ ആഹാരം, നമുക്ക് അന്നേരത്തേക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെയും ആമേൻ കർത്താവ് നമുക്ക് നൽകി തന്ന് നമ്മെ പോറ്റി പുലർത്തുന്ന ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 48 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു പോയല്ലോ. I am that bread of life. Your fathers did eat manna in the wilderness and are dead. Even though they ate manna, but they all are died in the wilderness. What is the reason? Because their disobedience. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം. നാമം അനുസരണക്കേട് കാണിച്ചാൽ ആമേൻ ഈ ലോകത്തിൽ പട്ടുപോകുവാൻ ഇടയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ, നാം നിത്യജീവൻ്റെ അപ്പം ഭക്ഷിച്ചുകൊണ്ട് നിത്യജീവനുള്ളവരായി മാറ്റപ്പെടണം. ഹല്ലേലൂയ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. This is the bread which comes down from heaven, that a man may eat thereof and not die. ആമേൻ സ്തോത്രം. തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു എന്ന് അരുളിച്ചതവനായ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ അപ്പം നാം ഭക്ഷിക്കണം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. If any man eat of this bread, he shall live forever. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആമേൻ. അത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഹല്ലേലൂയ. ഈ മേശമേൽ ക്രമീകരിച്ചിരിക്കുന്ന അപ്പത്തെയാണ് അത് പ്രതിദാനം ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. The bread that I will give is my flesh.
which I will give for the life of the world. Hallelujah. ലോകത്തിനു വേണ്ടി ജീവനെ കൊടുക്കുന്ന എൻ്റെ മാംസം. ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും അതിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വിടുതലിനെയുമാണ്. സ്തോത്രം. എല്ലാ തിരുവഴുത്തുകളുടെയും ഉദ്ദേശമെന്ന് പറയുന്നത് ആമീൻ, ദൈവത്തിൻ്റെ മക്കൾ പരിപൂർണരായി തീരണം. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഫോർ ഇൻ ഹിം dwelleth all the fullness of the Godhead bodily. ആമേൻ. സ്തോത്രം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പരിപൂർണരായി തീരണമെങ്കിൽ നാം ക്രിസ്തുവിലായി തീരണം. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന തലയോളം നാം പരിപൂർണരായി തീരണം. ആൻഡ് ye are complete in him which is the head of all principalities and power. What does it mean? എന്താണ് ഈ പ്രിൻസിപ്പാലിറ്റീസ്? ആമേൻ. ഹെഡ് ഓഫ് ഓൾ പ്രിൻസിപ്പാലിറ്റി ആൻഡ് പവർ. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് സകലത്തിൻ്റെയും മുകളിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് ഈസ് സുപ്രീം ഓവർ every ruler, authority, angelic heads or spiritual force. എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും മീതെയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ മക്കളെ തൊടുവാൻ അവൻ ആരെയും അനുവദിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം ക്രിസ്തുവിലായി തീർന്നില്ല എങ്കിൽ, ക്രിസ്തുവിനെ പോലെ നാം ആയി തീർന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും അസംതൃപ്തിയുള്ളവരായിരിക്കും. ആമേൻ. അസന്തുഷ്ടരായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥത ലഭിക്കത്തില്ല, നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാർ ചെയ്യുന്നത്. ആമേൻ. അതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്തോത്രം. കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീർക്കണം, ക്രിസ്തുവിൽ പെർഫെക്റ്റായി തീരണം. സ്തോത്രം. കാരണം ഹല്ലേലൂയ, അവൻ പരിപൂർണതയുള്ളവനാണ്. അവനല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുകയാണ്, ഏത് മനുഷ്യനോടും ഞങ്ങൾ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുന്നു. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ ആമേൻ സ്തോത്രം 20 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിന്റെ 14 മുതൽ വായിച്ചേ. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സ്തോത്രം. ആമേൻ. നമ്മുടെ അതിക്രമങ്ങളൊക്കെയും ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ചു. സ്തോത്രം. നമ്മുടെ പാപത്തിൻ്റെ കുറ്റം അവൻ ക്ഷമിച്ചു തന്നു. അതെല്ലാം ഹല്ലേലൂയ ക്രൂശിന്മേൽ ഹല്ലേലൂയ തറച്ചിട്ട് നമ്മിൽ നിന്ന് പൂർണ്ണമായിട്ട് കർത്താവ് നീക്കിക്കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. താഴ്ത്തു വായിച്ചാട്ട്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. സ്തോത്രം. മതി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ആമേൻ കീഴടക്കി ക്രൂശിന്മേൽ കർത്താവ്
ജയോത്സവം കൊണ്ടാടി. എന്തിനാ ജയോത്സവം കൊണ്ടാടിയത്? നമ്മെ ഓരോരുത്തരെയും ജയാളികളാക്കി തീർക്കുവാൻ. പൈശാചികൻ വിചാരിച്ചു യേശു ക്രിസ്തു ക്രൂശ് മരണത്തോടുകൂടെ അവസാനിക്കുമെന്ന്. അതിനുവേണ്ടി എന്തെല്ലാം കഷ്ടതകൾ ആമേൻ കർത്താവിന് കൊടുക്കുവാൻ കഴിയുമോ, എന്തെല്ലാം നിന്ദകൾ നമ്മുടെ കർത്താവിനെ ഏൽപ്പിക്കുവാൻ കഴിയുമോ, സ്തോത്രം, അതെല്ലാം ഹല്ലേലൂയ പൈശാചിക വൃന്ദങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ മേൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പാപികളും ദോഷികളുമായിരുന്നു നമ്മെ നിത്യശിക്ഷാവിധിയിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ നൽകുവാൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് ആമേൻ എന്തെല്ലാം കഷ്ടതകളാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ്, എന്തെല്ലാം ദ്രോഹങ്ങളാണ് പൈശാചിക വൃന്ദം കർത്താവിനോട് ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മഹാപുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളന്റെ നേരെ സ്തോത്രം എന്ന പോലെ വാളുവടിയുമായി പുറപ്പെട്ടു വന്നു. ആമേൻ, സ്തോത്രം. ഒരു വാളും വടിയുമായി അവർ പുറപ്പെട്ടു ചെയ്യുന്ന കള്ളന്റെ നേരെ എന്ന പോലെ എൻ്റെ കർത്താവായ യേശുവിനെ അവർ പിടിച്ചു കെട്ടി. സ്തോത്രം. ഒന്ന് ആലോചിച്ചു നോക്കണം. ഹല്ലേലൂയ. ദിവ്യനായ ഒരു മനുഷ്യൻ മനുഷ്യരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് ആമേൻ ദേശത്തെ ജനത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം എല്ലാ മാനവും ആമേൻ സ്തോത്രം പുകഴ്ചയും ലഭിച്ചവനായ യേശു സ്തോത്രം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. കുരുത്തോലകളെ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം അവരുടെ വസ്ത്രങ്ങളെ ഹല്ലേലൂയ തെരുവീതിയിൽ വിരിച്ച് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ അതിൻ്റെ മീതെ കൂടെ നടത്തി ഹല്ലേലൂയ ഹോശന്ന ഹോശന്ന എന്ന് പാടി ആർത്ത ജനത്തിൻ്റെ മുമ്പിലാണ് എൻ്റെ യേശുവിനെ ഒരു കള്ളനെ പോലെ പിടിച്ചു കെട്ടിയത്. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം ചെയ്ത കള്ളത്തിൻ്റെ, നാം പറഞ്ഞ കള്ളത്തിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശിക്ഷാവിധി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ അവിടെ ഏറ്റുവാങ്ങുകയായിരുന്നു. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു, അവനെ കണ്ണുകെട്ടി തല്ലി ഹല്ലേലൂയ ആമേൻ അവനെ ദുഷിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. യേശുവിനെ പിടിച്ചു കെട്ടിയവർ ഹല്ലേലൂയ അവനെ പരിഹസിച്ചു, അവനെ നിന്ദിച്ചു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നീ രാജാവാകുന്നു എങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവരെ നിന്ദിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പോലും ഒരു നേരത്തേക്ക് യേശുവിനെ തള്ളി പറഞ്ഞു. കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം തൻ്റെ പ്രിയ ശിഷ്യൻ, തൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന ആമേൻ സ്തോത്രം പത്രോസ് യേശുവിനെ തള്ളിപ്പറയുവാനിടയായി. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ മക്കളെ, യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്ന നാം ഒരിക്കലും നമ്മുടെ കർത്താവിനെ തള്ളിപ്പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവിന് സഹിക്കാവുന്നതിലും ഏറ്റവും അപ്പുറമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കോഴി കൂകിയപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം വലിയതായിരുന്നു. ഹല്ലേലൂയ. പത്രോസ് സ്തോത്രം നുറുങ്ങി കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടി മറയുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. നമുക്ക് പറയാൻ പറ്റും പത്രോസിൻ്റെ സാഹചര്യം അതായിരുന്നു എന്ന്. സ്തോത്രം. എങ്കിലും യേശുവിനെ തള്ളിപ്പറയുവാൻ അവൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ യേശുവിനെ നാം തള്ളിപ്പറയരുത്. സ്തോത്രം. എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്, പീലാത്തോസ് മരണയോഗ്യമായി ആരവാരം അധികമാകുന്നല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്തു പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളൂ.
കൊള്ളുവീനെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനം ആർത്തു പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. റോമ ഗവർണർ പോലും യേശുവിനെ കുറ്റമില്ലാത്തവനെന്ന് പറഞ്ഞ് കൈ കഴുകിയിട്ടും, ഹല്ലേലൂയ, അവൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചവർ, അവൻ്റെ കരങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവർ, അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരായ ജനം പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. ഇതുവരെ തീർന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ സ്തോത്ര ശിക്ഷാവിധി ഇതുവരെ അവസാനിച്ചു തീർന്നിട്ടില്ല. സ്തോത്രം, ഇപ്പോഴും അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രധാനികളും പടയാളികളും അവനെ പരിഹസിച്ചു, ചിലർ അവനെ തുപ്പി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് ഒരിറ്റു തുപ്പൽ നമ്മുടെ ശരീരത്തിൽ വീണാൽ നമുക്ക് എത്ര ആമേൻ അസഹ്യമാണത്. സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സഹിക്കാവുന്നതിലും വലിയ അപമാനമാണ് മനുഷ്യൻ്റെ മുഖത്തേക്ക് മറ്റൊരാൾ തുപ്പുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കർത്താവ് എത്രത്തോളം നമുക്ക് വേണ്ടി സഹിച്ചു. സ്തോത്രം. എത്രത്തോളം അപമാനം സഹിച്ചു, എത്രത്തോളം നിന്ന സഹിച്ചു. ഹല്ലേലൂയ. നാം ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ആമീൻ എല്ലാ അപമാനവും എല്ലാ നിന്ദയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റുവാങ്ങുകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമീൻ. ദാഹിച്ചു വലഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ, ഹല്ലേലൂയ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പുളിച്ച വീഞ്ഞ് കൊണ്ടുവന്ന് യേശുവിന് കുടിപ്പാൻ കൊടുത്തു. എൻ്റെ യേശു അത് കുടിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. മാർക്കോസിന് സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 65-ാം വാക്യം വായിച്ചാട്ട്. മാർക്കോസ്, ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്കാൻ അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. ചേവകർ അവനെ അടിച്ചും കൊണ്ട് കൈയേറ്റു. പത്രോസ് താഴെ നടുമുറ്റത്തിരിക്കുമ്പോൾ മതി. സ്തോത്രം. അവന്റെ മുഖം മൂടി മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്ത് കുത്തി. സ്തോത്രം. അവനെ അടിച്ചു. ഹല്ലേലൂയ. അവൻ്റെ മുഖമെല്ലാം കണ്ണുകളെല്ലാം കരിനീലിച്ച്. സ്തോത്രം. അവൻ്റെ രൂപം വിരൂപമായി തീർന്നു. കണ്ടാൽ അവമനിക്കത്തക്കതായ മുഖമുള്ള യേശുവിൻ്റെ മുഖം, സ്തോത്രം, ഇപ്പോൾ കണ്ടാൽ അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യന് എന്തെല്ലാം നിന്ദകളും ദുഷികളും സഹിക്കണമോ, ഒരു മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷാവിധി എന്തെല്ലാമാണോ, ഏതെല്ലാം അവയവങ്ങളിൽ കൂടെ മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടോ, അതെല്ലാം എൻ്റെ യേശു തമ്പുരാൻ കൽവരി ക്രൂശിന്മേൽ ഏറ്റുവാങ്ങുകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കയ്യാഫാവിൻ്റെ അരമന മുതൽ ഗോൽഗോഥ വരെ അവർ അവനെ അടിച്ചു. അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറി വിഷമുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ കിരീടം പിടഞ്ഞ് അവൻ്റെ തലയിലേക്ക് ആമീൻ അടിച്ചിറക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ആ വിഷമുള്ളുകളിൽ നിന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ, അതിൽ നിന്ന് ഇറങ്ങുന്ന ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, യേശു തമ്പുരാൻ അതിവേദനയാൽ പുളഞ്ഞു. സ്തോത്രം. അവൻ്റെ തലയ്ക്ക് ചുറ്റും രക്തം വാർന്നൊഴുകി. അവൻ്റെ മുഖത്തേക്ക്, അവൻ്റെ കണ്ണിലേക്ക്, അവൻ്റെ നാവിന്മേലേക്ക് ഒക്കെയും, ഹല്ലേലൂയ, ആ തിരുരക്തം ഒഴുകുവാൻ തക്കവണ്ണം ഇടയായി. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആമേൻ ആ മുൾമുടിയിൽ നിന്ന് ആ രക്തം, ഹല്ലേലൂയ, താരതാരയായിട്ട് കണ്ണിലേക്ക് ഇറങ്ങി. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മുടെ വാക്കുകളുടെ, നമ്മുടെ ദുർഭാഷണം കൊണ്ട് നാം ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ്റെ വായിലേക്ക്, സ്തോത്രം, രക്തം ഒലിച്ചിറങ്ങുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, യേശു എത്രത്തോളം നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം നാം മറന്നു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. 3 ഇഞ്ച് കനമുള്ള ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ, ആണി അവൻ്റെ കൈകൾ പിടിച്ച്, സ്തോത്രം, ആ 2 സൈഡിലേക്കും വെച്ചിട്ട് ആമേൻ കൈയുടെ ഈ ഭാഗത്തേക്ക്, ഹല്ലേലൂയ, ആണികൾ, സ്തോത്രം, ഹല്ലേലൂയ, അടിച്ചിറക്കുവാൻ വേണ്ടിയായി. സ്തോത്രം.
തൻ്റെ ഇരുകരങ്ങളും ആണികളാൽ തറയ്ക്കപ്പെട്ടു. അവനെ കാലുകൾ പിരിച്ചു വെച്ച് സ്തോത്രം. ആ കാലുകളിലേക്ക് ആണികൾ തറച്ചു സ്തോത്രം. നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് നാം ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ ദുർനടപ്പ് കൊണ്ട് നാം ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ ഓമനകുമാരൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവ് ഇത്രത്തോളം നമുക്ക് വേണ്ടി സഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പേ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം കർത്താവ് നമുക്ക് നൽകി തന്ന കൽപ്പനയാണ് കർത്താവിൻ്റെ തിരുമേശ എന്നുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9 മണി നേരം വരെ. ഇത് ലൂക്കോസിന് സുവിശേഷം 23-44 അതെ. അതിൻ്റെ 22-14 മുതൽ വായിച്ചേ. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കുവാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ദൈവരാജ്യം വരുവോളം മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Take this cup and divide it among yourselves, for I say unto you, I will not drink of the fruit of the vine until the kingdom of God shall come. ദൈവരാജ്യം വരും വരെയും ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം ഹല്ലേലൂയ അപ്പവും വീഞ്ഞുമെടുത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് വിഭാഗിച്ചു കൊടുത്തു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. And he took bread and gave thanks and brake it and gave unto them. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. This is my body which is given for you. Amen. This do in remembrance of me. എൻ്റെ ഓർമ്മയ്ക്കായി. This is do in remembrance of me. എൻ്റെ ഓർമ്മയ്ക്കായി, എൻ്റെ ശരീരം നുറുക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയ്ക്കായി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തിരുരക്തം ചൊരിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ഇത് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. സ്വർഗരാജ്യം വരുവരെയും ഞാൻ സ്തോത്രം ഇതിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ഇതിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയാണ് ഇന്ന് രാത്രികാലം നാമും അനുസരിക്കുവാൻ പോകുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അവൻ അതിനെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. ഒരു പുതിയ നിയമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ സ്ഥാപിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. Whosoever shall eat this bread and drink this cup of the Lord unworthily shall be guilty of the body and blood of the Lord. അതുകൊണ്ട് അയോഗ്യമായി ഇത് തിന്നരുത്. സ്തോത്രം. അയോഗ്യം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. യോഗ്യമല്ലാത്തത് എന്ത് തന്നെ ചെയ്യുന്നവരായാലും ആമേൻ സ്തോത്രം ഇതിൽ പങ്കുകൊള്ളുവാൻ ആമേൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആമേൻ ശരീരവും രക്തവും സംബന്ധിച്ച് നമ്മൾ കുറ്റക്കാരായി തീരും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും
പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും കുടിക്കുകയും ചെയ്യുവാൻ തിന്നുന്നവൻ കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, but let him examine himself, and so let him eat of that bread and drink of that cup. For he that eateth and drinketh unworthily eateth and drinketh damnation to himself, not discerning the Lord's body. കർത്താവിൻ്റെ ശരീരത്തെ, മലയാളത്തിൽ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്ന് എഴുതിയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എഴുതിയിരിക്കുന്നു, നോട്ട് ഡിസേണിങ് ദ ലോർഡ്സ് ബോഡി. കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാപമില്ലാത്തവനായി ജീവിച്ച്, പാപമില്ലാത്തവനായി മരിച്ച്, പാപമില്ലാത്തവനായി അടക്കപ്പെട്ട്, പാപമില്ലാത്തവനായി ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ആമേൻ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നിങ്ങൾക്ക് വേണ്ടിയത്. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയ ആമേൻ. ഏത് പ്രവൃത്തിക്കും, ഏത് ദൈവിക കൽപ്പനയ്ക്കും നാം പിന്തുടരേണ്ട മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക. സ്തോത്രം. എന്താണ് യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക? ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 19 വാക്യങ്ങൾ നാം വായിച്ചു കഴിഞ്ഞല്ലോ. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. പെസഹ പെരുന്നാളിൻ്റെ അന്ന് കർത്താവ് എടുത്ത് ഭക്ഷിച്ച ആമീൻ സ്തോത്രം ആ അപ്പം. ഹല്ലേലൂയ ആമീൻ സ്തോത്രം. അന്ന് അവിടെ ക്രമീകരിക്കപ്പെട്ട മുന്തിരിവള്ളിയുടെ അനുഭവം അത് തന്നെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ നാമും അനുഭവിക്കുവാൻ തയ്യാറാകണം. മറ്റെന്തുകൊണ്ട് ക്രമീകരിച്ചാലും അത് തിന്നാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. നാം കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുന്നവരായി തീരണം. നാളെ ഒരാൾ എഴുന്നേറ്റിട്ട് കപ്പയും പുഴുക്കും കൊണ്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ സ്തോത്രം അതിലൊന്നും തൊടാൻ പോകരുത്. അവരെ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് ആമേൻ മനഃപൂർവ്വമായിട്ട് ഒഴിഞ്ഞു നിൽക്കണം. ആമേൻ സ്തോത്രം. ആ മെറ്റീരിയൽസിലല്ല കാര്യം. ആമേൻ സ്തോത്രം. പിന്നെയോ നമ്മുടെ കർത്താവിന് നമ്മൾ എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. പവിത്രമായ രീതിയിൽ അപ്പവീഞ്ഞുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ ആമേൻ അത് ക്രമീകരിച്ച വ്യക്തിയും അതിൽ പങ്കാളികളായി തീരുന്ന നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ അതെടുക്കുവാൻ യോഗ്യതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം ക്രിസ്തുവിൻ്റെ ആമേൻ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുന്നവൻ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അത് ഹേതുവായി പലരും ബലഹീനരും രോഗികളുമാകുന്നു. ആമേൻ. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. സഹോദരനെ വിധിക്കാൻ പ്രമാണമില്ല. നാം നമ്മെ തന്നെ ജഡ്ജ് ചെയ്താൽ മതി. ഇതെടുപ്പാൻ നാം യോഗ്യരാണോ? സ്തോത്രം. ഇതിൽ പങ്കാളികളായി തീരുവാൻ നാം യോഗ്യരാണോ? ആമേൻ. ഇതിൽ നിന്നും മാറിയിരിക്കുവാനും നമുക്ക് പ്രമാണമില്ല. ആമേൻ സ്തോത്രം. ആമേൻ. സാക്ഷാ ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു തൻ്റെ മാംസം ഹല്ലേലൂയ ആമേൻ തന്നുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മെ നിത്യജീവൻ ഉള്ളവരാക്കി തീർത്തത്. സ്തോത്രം. ഏതെങ്കിലും കാരണവശാൽ എന്ന് നിങ്ങൾ മാറിയിരിക്കുന്നുവെങ്കിൽ ഏത് വിഷയത്തിൽ ക്രമീകരണം പ്രാപിക്കാനുണ്ടോ ആ വിഷയത്തിൽ ക്രമീകരണം പ്രാപിച്ച് അടുത്ത ആഴ്ച നിശ്ചയമായും അല്ലെങ്കിൽ അടുത്ത ആമേൻ തിരുവത്താഴത്തിൽ നിശ്ചയമായും നിങ്ങൾ പങ്കുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതിൽ പങ്കുകൊള്ളാത്തവനാർക്കും ഹല്ലേലൂയ നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല.
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വിധിക്കപ്പെടുന്നു എങ്കിൽ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ഭാരശിക്ഷ കഴിക്കുകയാകുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ആമേൻ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട ആവശ്യമല്ല ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ഭാരശിക്ഷയാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധി ക്രമീകരണം പ്രാപിച്ച് മുന്നേറുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. കരുണയായി നിന്നെ വിളിച്ചിടുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന കഷ്ടാനുഭവങ്ങളെ വിളിച്ചറിയിക്കും തിരുമേശ. ആമേൻ, സ്തോത്രം. ഇതിനെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങൾ കർത്താവ് ഇങ്ങനെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചരികയും ചെയ്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നുറുക്കുമ്പോഴൊക്കെയും നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ആദ്യ സഹോദരിമാരും പിന്നീട് സഹോദരന്മാരും മുന്നോട്ട് വന്ന് ആമേൻ, സ്തോത്രം, അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കാം. നിങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എല്ലായ്പ്പോഴും സന്തോഷമേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും കർത്താവേ നിൻ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. അരക്കാശിനും മുതലില്ലാതെ തലചായ്പാലും സ്ഥലമില്ലാതെ, അരക്കാശിനും മുതലില്ലാതെ തലചായ്പാലും സ്ഥലമില്ലാതെ, നമ്മുടെ ആത്മാവിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി, ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി, വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു, വഴിയാധാര
അവൻ തന്നെ അത്താഴം കഴിച്ച ശേഷം അവൻ പാനപാത്രമെടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയവാകുന്നു. കുടിക്കുമ്പോഴൊക്കെയും നിങ്ങളുടെ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശിന്മേൽ ചൊരിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാക രക്തത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. നാം കുടിക്കുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? കുടിക്കുമ്പോഴൊക്കെയും നമ്മുടെ ആത്മാവിൻ്റെയും പ്രാണനെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ ചൊരിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി. മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി. നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. ദേവേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞു. ദേവേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമന ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ ഗതസമന ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യഥയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പാതിനനുസരിച്ചു. എൻ്റെ രക്തത്തിൻ്റെ പുതിയ എൻ്റെ ഓർമ്മയ്ക്കായി അനുസരിച്ചു. നാം കുടിക്കുന്ന ഈ പാനപാത്രം നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. അന്നാസിൻ അരമനയിൽ മന്നവാദി വിധിക്കപ്പെട്ടു. അന്നാസിൽ അരമനയിൽ മന്നവാദി വിധിക്കപ്പെട്ടു. കന്നങ്ങളിൽ കരങ്ങൾ
കൊണ്ടു മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. കന്നങ്ങളിൽ കരങ്ങൾ കൊണ്ടു മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. ദേവേശ യേശു പരാ ജീവനെ നീക്കായി വെടിഞ്ഞോ. ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ദേവേശ യേശു പരാ ജീവനെ നീക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഇനി ആർക്കെങ്കിലും അപ്പവീഞ്ഞുകൾ ലഭിക്കാനുണ്ടോ? ഇനി മേശമേൽ വീണ്ടും അപ്പവീഞ്ഞുകൾ ശേഷിക്കുകയാണ്. ഇത് വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ്. ആകയാൽ ഇതിൽ പങ്കാളികളായി തീരുവാൻ ആമേൻ ഹല്ലേലൂയ ഈ അപ്പവീഞ്ഞുങ്ങളുടെ അവകാശികളായി തീരുവാൻ, നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുവാൻ, അനേകരെ കർത്താവിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുവീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവീൻ, ഉൾക്കരത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനന്മാരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവീൻ, ആരും തിന്മയ്ക്ക് പകരം ചെയ്യാതിരിക്കുവാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവീൻ. എപ്പോഴും സന്തോഷിക്കുവീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ആമേൻ ഹല്ലേലൂയ. ഇപ്പോൾ നാമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആമേൻ ഒരു പ്രത്യാശഗാനം പാടുമ്പോൾ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം കൊടുത്ത് അന്യോന്യം വന്ദനം ചെയ്യാം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളുന്നേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ,
സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെവികരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. പാവങ്ങൾ ഒഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. പാവങ്ങൾ ഒഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എത്രത്തോളം ശുശ്രൂഷകളൊക്കെയും കർത്താവ് അനുഗ്രഹമാക്കി തീർത്തനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പം ഞങ്ങളെ ആമേൻ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ കർത്താവ് നമ്മെ ശക്തീകരിച്ചല്ലോ. ബലഹീനരും രോഗികളുമായിരിക്കാനല്ല, ആരോഗ്യമുള്ളവരായി, സൗഖ്യമുള്ളവരായി, ബലമുള്ളവരായി കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തുടർന്ന് ഡിന്നറിൻ്റെ ക്രമീകരണമൊക്കെയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിനുവേണ്ടി ചിലവിട്ട കൈകളെയും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ സ്പോൺസർ ഹല്ലേലൂയ പ്രിയ ജോൺ സമുദ്രം പറ്റി സഹോദരിയാണ്. പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി അധികമായി ചിലവാകുവാൻ പിന്നെയും ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. സർവശക്തനായി ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആരംഭ പ്രാർത്ഥന മുതൽ ആശീർവാദം പറയുന്ന ഈ നിമിഷം വരെയും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി
ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധിയോടെ കർത്താവേ, നിഷ്കളങ്ക മനസ്സോടെ നിർമ്മല ഹൃദയത്തോടെ തിരുസനെ കടന്നു വന്ന് കർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ക്രമീകരിച്ച അപ്പവീഞ്ഞങ്ങളെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ആരോഗ്യവും ബലവും പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും അവിടെ ഞങ്ങളെ ശക്തരാക്കി തീർത്തിരിക്കുകയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ മക്കളെല്ലാവരെയും വ്യക്തികളായി കുടുംബങ്ങളായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കരുതിൻ്റെ സഹായിക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് കർത്താവേ വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് അവിടുന്ന് മാനിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾ ആരും കർത്താവേ നിരാശരും ദുഃഖിതരുമായിരിക്കാൻ കർത്താവ് സമ്മതിക്കല്ല കർത്താവേ. ആവശ്യമായ എല്ലാ നന്മകളും തക്ക സമയത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ എല്ലാവരെയും നീ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭയെ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലത്തിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിടുതലോടെ മുന്നേറുവാൻ കർത്താവ് കൃപ നൽകണം. എളിവിനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുവചനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവം ഞാൻ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ മടങ്ങി പോകാം. ഗോഡ് ബ്ലെസ് യു ഓൾ.